സൂറത്തുൽ യാസീനകത്തുള്ളതാണ്. വഹു അവൻ ബിക്കുല്ലി ഖൽഖിൻ അലീം, സമസ്ത വസ്തുക്കളുടെയും എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അവൻ അത് സൃഷ്ടിക്കും. അല്ലദീ ജഅല ലകും മിനശ് ശജരിൽ അഖ്ളരി നാറ, സകല സൃഷ്ടി പ്രക്രിയയും അറിയുന്നവനാണ് അവൻ. ആരാ? അള്ളാഹു. അള്ളാഹു സർവ്വ സൃഷ്ടി പ്രക്രിയയും അറിയുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്ന സിഫത്ത് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു. അല്ലദീ ജഅല ലകും മിനശ് ശജരിൽ അഖ്ളരി നാറ, എന്താണ്? അതായത് പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയെ സൃഷ്ടിച്ചു തന്നില്ലേ എന്ന ഖുർആന്റെ ചോദ്യത്തിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ ആധുനിക സയൻസ് കണ്ടെത്തിയ പല കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏതൊന്നും സൃഷ്ടിക്കാൻ കഴിയും എന്ന ആധുനിക സയൻസിൽ നിന്നും ചില ട്രൂത്തുകൾ, ചില വസ്തുതകൾ എടുത്ത് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അത് യഖ്ലുഖുല്ലാഹു മാ യശാ, അവൻ എന്താണോ ഇച്ഛിക്കുന്നത് ആ ഇച്ഛിക്കുന്നത് അവൻ സൃഷ്ടിക്കും എന്നുള്ളതിന് തെളിവായിട്ട് നമ്മൾ ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത് എന്താ? സൂര്യൻ അത് കത്തിജ്വലിക്കുന്നതാണ്. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹമാണ് ജൂപ്പിറ്റർ. അത് കത്തിജ്വലിക്കുന്നില്ല, അവിടെ ഭയങ്കര തണുപ്പാണ്. യഥാർത്ഥത്തിൽ ഈ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണോ അതുകൊണ്ട് തന്നെയാണ്, ആ വസ്തു കൊണ്ട് തന്നെയാണ് എന്ത് സൃഷ്ടിച്ചിരിക്കുന്നത്? ജൂപ്പിറ്ററിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഹൈഡ്രജൻ കൊണ്ട്. ആ ഹൈഡ്രജൻ കൊണ്ട് സൃഷ്ടിച്ച സൂര്യൻ കത്തിജ്വലിക്കുന്നു. എന്നാൽ ഹൈഡ്രജൻ കൊണ്ട് നിർമ്മിച്ച വ്യാഴനാകട്ടെ ജൂപ്പിറ്റർ ആകട്ടെ തണുത്ത് വാതകഗോളമായി നിലനിൽക്കുന്നു. അപ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രണ്ട് സൃഷ്ടിപ്പ് ഒരേ വസ്തുവിനെ കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്, ഹൈഡ്രജനെ കൊണ്ട്. അതായത് മനുഷ്യൻ ഒരിക്കലും മാവ് കൊണ്ട് ഒരു ബസ്സോ അതേപോലെ തന്നെ ചപ്പാത്തി, മാവ് കൊണ്ട് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആഹാരങ്ങൾ എന്തെങ്കിലും മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതേ വസ്തു കൊണ്ട് അവൻ എന്തുണ്ടാക്കുന്നില്ല? വിപരീത സ്വഭാവമുള്ള എന്തുണ്ടാക്കുന്നില്ല? വാഹനമോ മറ്റോ ഉണ്ടാക്കുന്നില്ല. അവനതിന് കഴിയില്ല. അതേസമയം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൽ എന്താണ്? ഒരേ വസ്തുക്കൾ കൊണ്ട് തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളതിനെ സൃഷ്ടിക്കും എന്ന് ശാസ്ത്ര വസ്തുതകൾ നിരത്തി നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. യഖ്ലുഖുല്ലാഹു മാ യശാ അലാ കുല്ലി ഷൈഇൻ ഖദീർ, യഖ്ലുഖു മാ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഉദാഹരണമായി നമ്മൾ പഠിപ്പിക്കുന്നു, ഈ സൂര്യൻ ഉണ്ടാക്കിയ ഹൈഡ്രജൻ, ആ ഹൈഡ്രജനകത്ത് അള്ളാഹു ഓക്സിജനെ കൂടി ചേർത്തുകൊണ്ട്, സൂര്യൻ ഉണ്ടാക്കിയത് ഈ ഹൈഡ്രജൻ കൊണ്ടാണ്, മനസ്സിലായത്? ഈ ഹൈഡ്രജനകത്ത് ഒരു ഓക്സിജനെയും കൂടി ചേർത്തുകൊണ്ടാണ് അള്ളാഹു എന്ത് സൃഷ്ടിച്ചത്? വെള്ളത്തെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ്. അതായത് കത്തുന്ന ഹൈഡ്രജനെ കൊണ്ട് കത്താൻ സഹായിക്കുന്ന ഓക്സിജനെയും കൊണ്ട്, കത്തുന്ന ഹൈഡ്രജനെയും കൊണ്ട് കത്താൻ സഹായിക്കുന്ന ഓക്സിജനെയും കൊണ്ട് അള്ളാഹു വെള്ളത്തെ